ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതിപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടേ. 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ചെന്നൈയിൽ നല്ല വെയിലായിരിക്കുമേ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ആർക്കും പോകണ്ടാത്തത് കൊണ്ട് തന്നെ ഞാനൊരു 6:45 7 മണിയൊക്കെ ആവും കേട്ടോ മിക്ക ദിവസം എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇതാ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റീൽ കപ്പാണ് കേട്ടോ. ഈ കപ്പിൽ എനിക്ക് വെള്ളം കുടിക്കുന്നതാണ് ഭയങ്കര ഒരു തൃപ്തി. അപ്പോൾ ഞാൻ എപ്പോഴും ഈ കപ്പാണ് ഉപയോഗിക്കുക. ഈ കപ്പിൽ ഒരു കപ്പ് 1.5 കപ്പ്, ചില ദിവസം 2 കപ്പൊക്കെ വെള്ളം കുടിക്കും. രാവിലെ നിറയെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ്സാണ്. ഫുൾ ബോഡി ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കും. ഇപ്പോൾ ഇവിടെ ചൂടായത് കാരണം നമ്മൾ അറിയാതെ തന്നെ വെള്ളം കുടിച്ചു പോകും. എന്നാലും ഞാൻ ഇപ്പം തണുപ്പ് കാലമാണെങ്കിൽ പോലും വിൻ്റർ സീസണിലും നമ്മൾ വെള്ളം കുടിക്കും കേട്ടോ നന്നായിട്ട്. വെള്ളം നമുക്ക് അത്രയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ സ്കിന്നും ഒക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാനായിട്ട്. എപ്പോഴും ബോഡി ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കുക എന്നുള്ളത്. ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കൽ കുറച്ച് കുറവായിരിക്കുമല്ലോ. ട്രെയിനിലാണെങ്കിലും കാറിലാണെങ്കിലും കുറച്ച് ദൂരെയാണ് എങ്കിലും നമ്മൾ വെള്ളം കുടിക്കൽ ഭയങ്കര കുറവായിരിക്കും. ആ വെള്ളം കുടിക്കാതെ അത്രയും സമയം കുടിക്കാതെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിരിക്കും കൺസ്യൂം ചെയ്യുക. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് പിന്നെ ടയേർഡായി പോകും കേട്ടോ. എനിക്കത് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. ഞങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് എപ്പോഴും ഞാൻ ഭയങ്കര കുറവേ വെള്ളം കുടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. ഇതാണ് എൻ്റെ ഉണ്ണിക്കണ്ണൻ, വെണ്ണക്കണ്ണനാണ്. എൻ്റെ കൂടെ എപ്പോഴും ഉള്ളൊരു കണ്ണനാണ്. അതായത് ഞാൻ എവിടെ പോയാലും ജസ്റ്റ് പുറത്ത് പോകുമ്പോഴല്ല, യാത്രയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. ഒരു ധൈര്യമാണത്. പിന്നെ കണ്ണനെ ഇവിടെ ഇരുത്തിയിട്ട് പോകാനും എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ കൂടെ അങ്ങ് കൊണ്ടുപോകും. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി ഒരു ഫേസ് പാക്ക് ഇടാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഫേസ് പാക്കൊന്നുമല്ല, എഗ് വൈറ്റാണ്. ഇത് നമ്മുടെ മുഖത്ത് ഇടുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം നന്നായിട്ട് സ്കിൻ ടൈറ്റൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ഇതിന്. അതായത് എഗ് വൈറ്റ് നമ്മൾ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ ശരിക്കും ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെ നമുക്ക് തോന്നും. നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുമല്ലോ ഏജ് ആകുമ്പോഴേക്കും. ഇപ്പോൾ mid-30s ഒക്കെ കഴിഞ്ഞു ഞാൻ. അപ്പോൾ അതിൻ്റേതായൊരു ഇത് സ്കിന്നിന് ഉണ്ടാവുമല്ലോ, നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്താൽ കേട്ടോ. ഇതിപ്പോൾ ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെയിലി ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണയെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഞാൻ 2 തവണയൊക്കെ ചെയ്യാറുള്ളൂ. എനിക്കിങ്ങനെ സ്കിന്നും ഹെയറും ഒക്കെ ഇങ്ങനെ കെയർ ചെയ്ത് ഭയങ്കര പാക്കിട്ടൊക്കെ ഇരിക്കാൻ ഭയങ്കര മടിയാട്ടോ. ഇഷ്ടമാണ്, പക്ഷേ ഭയങ്കര മടിയാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചില്ലെങ്കിൽ ഇനി ശരിയാവില്ല. നന്നായിട്ട് വലിഞ്ഞു മുറുകിയിരിക്കണ പോലെ തോന്നിയത് കണ്ടോ. ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞപ്പോൾ തന്നെ ഞാൻ വെറുതെ വെള്ളത്തിലാട്ടോ വാഷ് ചെയ്ത്. ഞാൻ കുളിക്കാൻ പോവാം, അത് കാരണം സോപ്പൊന്നും ഇട്ടില്ല. സ്മെല്ലൊന്നും കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല. നമ്മളത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരുന്നാൽ മതി അതിലേക്ക്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ ഫേസ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ എപ്പോഴും ചെയ്യുന്ന കേട്ടോ നല്ലത്. അത് കഴിഞ്ഞ് കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. കുളിച്ച് വന്ന് നമുക്കിങ്ങനെ അടുക്കള എല്ലാ പരിപാടികളിലേക്കൊക്കെ കിടക്കാം. എല്ലാ ദിവസവും ഞാൻ ഇന്ന് കുളിച്ചിട്ടൊന്നും അല്ല അടുക്കളയിൽ കയറിയിരുന്നത് കേട്ടോ. പക്ഷേ ചൂട് കാലം തുടങ്ങി പിന്നെ കുളിച്ചിട്ടാണ് എപ്പോഴും കയറുന്നത്. എനിക്ക് ഒട്ടും പറ്റണില്ല കുളിക്കാതെ നിൽക്കാനായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ. അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ കുളിക്കാതെ ഞാൻ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് കുളിച്ചപ്പോഴേക്കും എനിക്ക് നല്ല തലവേദനയായി അന്ന്. എന്തോ ബോഡി അതിനോടൊന്ന് യൂസ്ഡ് ആയിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ നാട്ടിൽ എപ്പോഴും പണ്ട് കഴിച്ചിരുന്നൊരു സംഭവമാണ് പഴങ്കഞ്ഞി. അപ്പോൾ ഷൈച്ചേട്ടന് എന്താണാവോ ഇന്നിപ്പോൾ പഴങ്കഞ്ഞി കഴിക്കണം എന്നൊരു ആഗ്രഹം. പെട്ടെന്ന് ആഗ്രഹം ഉണ്ടാവാനായിട്ട് കാരണം എന്താണെന്നറിയോ? ഇതാട്ടോ കാരണം. ഞാൻ ചക്കക്കുരുവും മാങ്ങയും കൂടെ കറി വെച്ചു. തക്കാളിയും കൂടി ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഷൈച്ചേട്ടൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാക്കാറുള്ള ഒരു കറിയാണ് ഈ ചക്കയുടെ സീസണൊക്കെ വരുമ്പോൾ. അങ്ങനെ എനിക്ക് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല ഈ കറികളൊക്കെ ഉണ്ടാക്കാൻ. ഇതൊക്കെ എനിക്ക് എപ്പോഴും അമ്മമാരുണ്ടാക്കുന്ന അമ്മമാരുടെ കറികൾ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഷൈജേന് ഇഷ്ടമുള്ളത് കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കി. ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ 1-2 വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റേതായ രീതിയിൽ ഞാനത് ഉണ്ടാക്കിയപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഷൈച്ചേട്ടനും പറഞ്ഞു കൊള്ളാമെന്ന്. അപ്പോൾ ഏകദേശം സക്സസ് ആയെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ചക്കക്കുരുവൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഈ കറി ഉള്ളതുകൊണ്ടാണ് ആൾ പഴങ്കഞ്ഞി വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ പഴങ്കഞ്ഞി നമ്മൾ ചെന്നൈയിൽ വന്നിട്ട് ഉണ്ടാക്കണേ. അല്ല കഴിക്കണേ ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും എന്തെങ്കിലും പലഹാരം ആയിരിക്കുള്ളൂ.
അപ്പോൾ ഞാനും വിചാരിച്ചു വലിയ പണിയൊന്നും ഉണ്ടാവില്ല രാവിലെ എന്ന്. അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി തന്നെ പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പയറും കട്ട പോലെ അങ്ങ് ഒലത്തിയെടുക്കാം, ഈ ചാറ് കറിയും കൂടെയൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് രാവിലത്തെ ചായ ഇടുക കേട്ടോ. രാവിലെ ഒരു ചായ കുടിക്കണം, എനിക്ക് ഷൈച്ചേട്ടനും ഒരു ചായ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ കുറിയൊക്കെ തൊട്ടൊന്ന് ഒരുങ്ങി റെഡി ആവാൻ പോവാം. പൊട്ടൊക്കെ തൊട്ട് രാവിലെ പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി ഒന്ന് ഒരുങ്ങി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫ്രഷ്നെസ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ കുറി തൊടും, പൊട്ടും തൊടും. ചിലപ്പോൾ കണ്ണെഴുതും, ചിലപ്പോൾ കണ്ണെഴുതൂല കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് കണ്ണൊക്കെ എഴുതാൻ തോന്നി. അങ്ങനെ റെഡിയായി വന്നേക്കുവാണ്. ഇത് ഞാൻ ഇതിന് മുന്നേ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു, കളബാണ്, ഗുരുവായൂരത്തെ കളബാണ് കേട്ടോ. അപ്പോൾ ഈ ഗുരുവായൂരിന്ന് ഞാൻ എപ്പോഴും പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. ഇപ്പം എൻ്റെ ഏകദേശം കഴിയാറായിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇത് തൊടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ കുളി കഴിഞ്ഞിട്ട് തൊടും കേട്ടോ. പിന്നെ അന്ന് വിളക്ക് കൊളുത്തി രാവിലെ കുളിക്കുന്നതുകൊണ്ട് ഇപ്പം എനിക്ക് മൂടുണ്ടെങ്കിൽ ഞാൻ രാവിലെ അങ്ങ് വിളക്ക് കൊളുത്തും. ചൊവ്വ, വെള്ളി, വ്യാഴമൊക്കെയാണ് ഞാൻ കൊളുത്തിയിരുന്നത് രാവിലെ. ഇപ്പോൾ എനിക്ക് രാവിലെ അങ്ങ് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് കൊളുത്തും. നമുക്ക് ആ ഒരു സമയം കുറച്ച് ഉണ്ട്, നമുക്ക് ആ ഒരു സമയം നമുക്ക് നല്ല പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചെയ്തു പോകും കേട്ടോ. പിന്നെ ഞാൻ രാവിലെ മിക്കവാറും ഞാൻ സഹസ്രനാമമൊക്കെ ഇപ്പോൾ രാവിലെ ചൊല്ലും. കാരണം വൈകുന്നേരം നോൺ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുളിച്ചിട്ട് ചൊല്ലുന്നതിൽ ചൊല്ലാൻ നിൽക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് നോൺ ഒഴിവാക്കും അങ്ങനത്തെ ദിവസങ്ങളിൽ. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ നോക്കാറില്ല, രാവിലെ തന്നെ സഹസ്രനാമമൊക്കെ ചൊല്ലി കഴിയുമ്പോൾ നമുക്ക് സമാധാനപരമായിട്ട് കഴിക്കുകയും ഉണ്ടാക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ പഴങ്കഞ്ഞിയും പയറും ചക്കക്കുരുവിൻ്റെ ചാറ് കറിയൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കുകയാണ്. എൻ്റെ വീട്ടിലങ്ങനെ പഴങ്കഞ്ഞി വലിയ പതിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനധികം കഴിച്ചിട്ടൊന്നുമില്ല പഴങ്കഞ്ഞി. അധികം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അങ്ങനെ മിക്കവാറും പുട്ടായിരിക്കും വീട്ടിൽ. അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പോഴേക്കും പാറു എഴുന്നേറ്റ് വന്നു കേട്ടോ. ഇപ്പോൾ പാറു ലേറ്റായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ കിടക്കും. പിന്നെ അവൾക്ക് കുറച്ച് നേരം കൂടെ ഉറങ്ങുമല്ലോ, അങ്ങനെ കുറച്ച് നേരം കൂടെ ഉറങ്ങും. ഞാനങ്ങനെ വിളിക്കാറില്ല, തന്നെ എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് വന്ന് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. മങ്കിയുടെ അല്ലേ ഇത്? പറഞ്ഞു സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു ഗൊറില്ലയുടെ പിക്ചറല്ലേ ഇത് കീറിക്കളഞ്ഞത്? പാറു പറയണത് എന്താ വെച്ചാൽ ഇത് ഗൊറില്ലയുടെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് കിട്ടിയത്. അതിൻ്റെ ഒരു പീസാണ് കേട്ടോ ആ കിടക്കുന്നത്. അപ്പോൾ അവൾ ആ ഗൊറില്ല കാണിക്കുന്ന പോലെ ആക്ഷൻ കാണിക്കുകയാണ്, മങ്കീസ് കാണിക്കുന്ന പോലെ. അപ്പോൾ രാവിലെ ആളിങ്ങനെ എപ്പോഴും പ്ലസൻ്റായിട്ട് തന്നെയാണ് എഴുന്നേറ്റ് വരാറ്. അപ്പോൾ ചില ദിവസം അവിടെ കിടന്ന് വിളിക്കും, ചില ദിവസം മിക്കവാറും കൂടെ എഴുന്നേറ്റ് പോരും. ഇന്ന് എഴുന്നേറ്റ് വന്നിട്ട് രാവിലെ തന്നെ എല്ലായിടത്തും ഇങ്ങനെ പരിശോധിച്ച് നടക്കുവാണ് കേട്ടോ. ഭയങ്കര പരിശോധനക്കാരിയാണ്. എന്തൊക്കെ എവിടെ ഇരിക്കണേ ഒരു സ്ഥലം മാറിയ പാറുവിനെ അറിയാം. അവൾ എൻ്റെ അടുത്ത് അപ്പം ചോദിക്കും, അമ്മ ഇതെന്താ ഇവിടെ വെച്ചേക്കണേന്ന്. അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ രാവിലെ എപ്പോഴും ചെടിയൊക്കെ നനക്കണ പാറു കാണാറുണ്ടല്ലോ. അപ്പോൾ ചില ദിവസങ്ങളിൽ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ ഈ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ഇറങ്ങും കേട്ടോ. ഇന്നിപ്പോൾ സ്പ്രേ ബോട്ടിലും എടുത്തിട്ട് ഇറങ്ങിയാണ് ചെടി നനയ്ക്കാൻ. അപ്പം ഞാൻ ഇതേ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് എല്ലാം ഇങ്ങനെ കുതിർന്ന രീതിയിലാക്കി വെക്കും. പെട്ടെന്ന് കേടായി പോണ ചെടിയാണ്. ഇതിനൊന്നും അധികം വെള്ളം വേണ്ടാത്ത ചെടികളാണ് എൻ്റെ കയ്യിലിരിക്കണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈവനിങ് ആയപ്പോഴാട്ടോ വീഡിയോ എടുത്തേ. ഇത് നമുക്ക് കൊറിയർ അയച്ചു തന്ന കേട്ടോ, നാട്ടിൽ നിന്ന് എൻ്റെ അനിയത്തി അയച്ചു തന്ന. അപ്പോൾ ഞാൻ കുറച്ച് ചന്ദ്രക്കാരൻ മാങ്ങ കിട്ടിയെങ്കിൽ നമുക്ക് പുളിശ്ശേരിയൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ഇതുപോലത്തെ നാട്ടുമാങ്ങയൊന്നും അങ്ങനെ കിട്ടാറില്ല, എനിക്ക് കിട്ടാറില്ല കേട്ടോ. ഇവിടെ അടുത്ത് വലിയ വലിയ മാങ്ങയൊക്കെ കിട്ടാറുള്ളൂ. പിന്നെ നമുക്ക് ഈ കടയിൽ നിന്ന് കിട്ടുന്ന വലിയ വലിയ മാങ്ങകളില്ലേ, അതൊന്നും ഒട്ടും സുഖമില്ല, ഞങ്ങൾ വാങ്ങിക്കാറില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അനിയത്തി അയച്ചു തന്നതാണ്. പക്ഷെ ഭയങ്കര ഫ്ലോപ്പായിപ്പോയി, ഫുള്ള് വെന്ത പോലെ ആയിപ്പോയി, ഒട്ടും ഉപയോഗിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആ വിഷമത്തിൽ ഇരുന്നപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അടുത്ത കൊറിയർ വന്നു. ഇത് വീട്ടിൽ നിന്ന് ഷൈജേട്ടൻ്റെ അച്ഛൻ അയച്ചു തന്ന കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടായ മാങ്ങ ഇങ്ങനെ അയച്ചു തരാറുണ്ട്. കഴിഞ്ഞ വർഷം ഒരു തവണ അയച്ചു തന്നു. പിന്നെ ഈ വർഷം ഒരു തവണ ഇപ്പം ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നതാട്ടോ ഇത്. അപ്പോൾ വീട്ടിലുണ്ടായ മാങ്ങയുണ്ട്. പച്ച കവറിൽ പയറാണ് കേട്ടോ, അതും വീട്ടിലുണ്ടായതാണ്, നമ്മുടെ അച്ചിങ്ങാപ്പയർ. ഇത് കപ്പ, നമ്മുടെ വീട്ടിൽ അച്ഛൻ നട്ടുണ്ടാക്കിയ കപ്പ ഉണക്കിയതാണ്. ഇത് പാവയ്ക്ക, ഇതും വീട്ടിലുണ്ടായതാണ്.
ചെറിയ മാങ്ങ വീട്ടിലല്ല, അച്ഛൻ എവിടുന്നോ വാങ്ങിച്ചിട്ട് എവിടുന്നോ കിട്ടിയിട്ട് അതും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചന്ദ്രക്കാരൻ മാങ്ങ, അത് പപ്പടായിരുന്നേ, ചന്ദ്രക്കാരൻ മാങ്ങ കിട്ടിയില്ലല്ലോ, അത് പോയല്ലോ എന്നുള്ള വിഷമത്തിലിരുന്നപ്പോൾ ഇതിൽ ഒരു പുളിശ്ശേരി വെക്കാനുള്ള ചന്ദ്രക്കാരൻ മാങ്ങയും കൂടെ അച്ഛൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചന്ദ്രക്കാരനല്ല, നാട്ടുമാങ്ങ എന്ന് പറയണേ, കോട്ടയം ഭാഗത്തൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിലെ മാങ്ങയും ഒക്കെ ഉണ്ട് ഇതിൽ, നാടൻ മാങ്ങകളാണ് കേട്ടോ. പിന്നെ കോവയ്ക്ക ഉണ്ടായിരുന്നു, അതും വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ മാങ്ങ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരെണ്ണം അത്യാവശ്യം ഒന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നെങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് പൂളി നോക്കി, പക്ഷേ ഉള്ളിൽ നന്നായിട്ട് ഫ്ലഷി ആയിട്ട് ഇങ്ങനെ നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ, നല്ല മാങ്ങയായിരുന്നു. അത് വീട്ടിലെ മാങ്ങയല്ല കേട്ടോ. അങ്ങനെ ഞാൻ കിട്ടിയപ്പോൾ തന്നെ ഈ കറിവേപ്പില എടുത്ത് മുറത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും വാടിപ്പോയിട്ടോ അങ്ങനെ ഒന്നുമില്ല. അപ്പം ഞാൻ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ വിയർത്ത മാതിരി ഇരിക്കുമ്പോൾ ചൂടിൻ്റെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ട് രാത്രി ആയപ്പോഴേക്കും, വൈകുന്നേരം ഇത് വന്നേ 6 മണിയൊക്കെ ആയപ്പം, രാത്രി ആയപ്പോഴേക്കും ഇതെടുത്തിട്ടു. ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിലേക്ക് ഇതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുറേ ദിവസം ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ താഴെയും ഇതുപോലെ ടിഷ്യൂ ഇടണം, മുകളിലും ഇടണം, അപ്പോൾ ഒട്ടും ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ കുറച്ചുണ്ടായിരുന്ന ബാലൻസ് ഒക്കെ ഞാനിതുപോലെ നമ്മുടെ സാധാരണ പെട്ടെന്ന് എടുക്കാവുന്ന ബോക്സിലേക്ക് മാറ്റുവാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. ബൈ.